ഓസ്ട്രേലിയ പോലുള്ള കൺട്രിയിൽ നമുക്ക് BSc നഴ്സിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 60 lakhs-ഓളം സ്പെൻഡ് നമ്മൾ ചെയ്യേണ്ടി വരും. 60 lakhs-ഓളം. ഒരു ഫ്രഷറായിട്ടുള്ളൊരു നഴ്സ് എപ്പോൾ നമ്മുടെ അടുത്ത് വരുന്നു, നമ്മൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു, അവരോട് നമ്മൾ അഡ്വൈസ് ചെയ്യും നിങ്ങൾ എവിടെയെങ്കിലും വർക്ക് സ്റ്റാർട്ട് ചെയ്തോളൂ എന്ന്. സോ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എങ്ങനെ വന്നാലും 1.5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. GNMS കഴിഞ്ഞ നഴ്സസ് ആണെങ്കിൽ അവർക്ക് 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്നെങ്കിൽ ഓസ്ട്രേലിയയുടെ പ്രോസസ്സ് ചെയ്യാൻ പറ്റും, ബട്ട് ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ അപ്ഗ്രേഡ് ചെയ്യണം. ഒരു ഓൺലൈൻ കോഴ്സ് ഉണ്ട്, 6 months വരെ ഡ്യൂറേഷൻ ഉള്ളൊരു കോഴ്സാണ്. അതിന് ഏകദേശം 4 to 5 lakhs കോസ്റ്റ് വരുന്നുണ്ട്. ചില നഴ്സസ് പ്രാക്ടിക്കൽ നഴ്സായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, കെയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. GCC കൺട്രിയിലൊക്കെ പ്രാക്ടിക്കൽ നഴ്സ് എന്നുള്ളൊരു ഡെസിഗ്നേഷൻ ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യില്ല. അതല്ലാതെ അതെ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്തിട്ട് മിനിമം ഒരു 5 years 4 years ഒക്കെ ആണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ അവർക്ക് ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് സാധിക്കും. ഇവരുടെ എക്സാം ഫീസ് മാത്രമാണ് ഒരു 4 lakhs ഒക്കെ വരുന്നത്, 4 to 5 lakhs. അതല്ലാതെയുള്ള എക്സ്പെൻസ് അധികം ആർക്കും അറിയില്ല, ആരും റിവീൽ ചെയ്യാറുമില്ല. അപ്പോൾ NCLEX-ന്റെ കോച്ചിങ് എടുക്കുകയാണെങ്കിൽ അത് വരുന്നുണ്ട്. ഓസ്കിയുടെ സമയത്ത് പോകുമ്പോഴുള്ള ടിക്കറ്റ് ചാർജ്, അക്കോമഡേഷൻ, ഫുഡ്, ട്രാവലിംഗ് കോസ്റ്റ്, അങ്ങനെ എല്ലാം വരുന്നുണ്ട്. സോ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു 8 to 8.5 lakhs ഓസ്ട്രേലിയക്ക് വരുന്നുണ്ട്. ചില ആളുകൾക്ക് ന്യൂസിലാൻഡ് ആയിരിക്കും താല്പര്യം. എന്നിട്ട് ബട്ട് അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഓസ്ട്രേലിയ ആണ്. ഒരു പാതയായിട്ട് യൂസ് ചെയ്യുന്നതാണ് ന്യൂസിലാൻഡ്. എക്സാമിന്റെ ഒക്കെ ഫീ കുറവ് കാരണം ന്യൂസിലാൻഡ് പ്രിഫർ ചെയ്യും. അതെ, പിന്നെ ന്യൂസിലാൻഡിന്റെ IQN തിയറി കുറച്ച് നോക്കുവാണെങ്കിൽ ഈസിയാണ്. ബട്ട് തിരിച്ച് ഓസ്ട്രേലിയയുടെ ഓസ്കി കുറച്ച് ഈസിയാണ് ന്യൂസിലാൻഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. കേരളത്തിൽ വർക്ക് ചെയ്യുന്ന നഴ്സസ് ഫേസ് ചെയ്യുന്ന മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത്, അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഒരു ഒരു സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. മെയിനായിട്ട് അവരുടെ സാലറി വളരെ കുറവാണ്. ഓസ്ട്രേലിയയിൽ പോയി കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ കാൻഡിഡേറ്റ്സ്, ഡെസ്മാർക്ക് പോയിരിക്കുന്ന കാൻഡിഡേറ്റ്സ് ഒക്കെ പറയുന്നത് സാലറിയിൽ അവർ ഹൈലി സാറ്റിസ്ഫൈഡ് ആണ്. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ഒരിക്കലും ഔട്ട് ഓഫ് ട്രെൻഡ് ആവാത്ത ഒരു കോഴ്സാണ് നഴ്സസ്. ഈ നഴ്സസിന് അവരുടെ ജോബ് സെക്യൂരിറ്റി കൊണ്ട് മാത്രമല്ല, അത് ചെയ്യുന്ന ഒരു പർപ്പസും ഹാപ്പിനെസ്സും ഒക്കെ കാരണം കൂടിയാണ് അതൊരു സ്പെഷ്യൽ ആവുന്നത്. ആൻഡ് വിദേശ രാജ്യങ്ങളിലേക്ക് ലൈക്ക് ഓസ്ട്രേലിയ, ന്യൂസിലൻഡിലേക്ക് നമ്മുടെ ഇവിടെയുള്ള നഴ്സസിനെ ഗൈഡ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വിദേശ രാജ്യങ്ങളിലേക്ക് വിടുന്ന ഒരു ഏജൻസിയാണ് ഡെസ്മ ഇന്റർനാഷണൽ. ആൻഡ് ഇന്നെൻ്റെ കൂടെയുള്ളത് അതിൻ്റെ ഫൗണ്ടേഴ്സാണ് ഷിപ്പൻ ആൻഡ് ദേവിക. ഹലോ. അപ്പം ഡെസ്മ എങ്ങനെ ഈ പേര് വന്നു, അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഡെസ്മ എന്ന് പേര് വരാൻ കാരണം അത് ദേവിക എസ് മദനൻ, അതിന്റെ ഷോർട്ട് ഫോം ആണ്. ദേവികയുടെ D, പിന്നെ S, പിന്നെ മദനന്റെ MA. സോ അത് വെച്ചിട്ടാണ് ഡെസ്മ എന്ന്. അപ്പൊ ആളാണ് തുടക്കം കുറിച്ചത്. അതെ അതെ, ഈ ഒരു പരിപാടിയിൽ ഇവര് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, അത് വേറെ കാര്യം. അപ്പൊ ആളാണ് തുടക്കം കുറിച്ചത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫീൽഡ് നഴ്സസിനെ ഗൈഡ് ചെയ്തുകൊണ്ട് പോവാം എന്നുള്ള രീതിക്ക് തുടങ്ങിയത്? എന്തുകൊണ്ടാണ്? ഞാൻ ആക്ച്വലി നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഓസ്ട്രേലിയയുടെ നഴ്സിംഗ് കോളേജിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് അഡ്മിഷൻസ് ആണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. സോ നമുക്ക് യൂട്യൂബിൽ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ടൈമിൽ അധികം ചാനൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ചാനൽസ് ഒക്കെ വളരെ കുറവായിരുന്നു, ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. അങ്ങനെയാണ് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. സോ ഒരു പോയിന്റിൽ ആ ജോബ് വിട്ടു. അതിനുശേഷം നമ്മൾ ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ്റെ പേപ്പർ വർക്ക് ചെയ്യാനായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കാനായിട്ടാണ് നമ്മൾ ഡെസ്മ ഇന്റർനാഷണൽ സ്റ്റാർട്ട് ചെയ്തത്. സോ അതാണ് നമ്മുടെ ഒരു അതിന്റെ പേരെന്തോ ഞാൻ കണ്ടല്ലോ, ഓസ്ട്രേലിയൻ നഴ്സിംഗ് ഡ്രീംസ് എന്നോ. ഇനിഷ്യലി വേറെ പേരായിരുന്നു, കാരണം ദേവിക വർക്കിംഗ് ആയിരുന്നു. അപ്പൊ ഞാൻ വേറൊരു ഡിഫറെന്റ് കമ്പനിയിൽ വർക്കിംഗ് ആയിരുന്നു. അപ്പൊ ആൾക്കെപ്പോഴും എന്തെങ്കിലും ഒന്ന് ഡിഫറെന്റ് ആയിട്ട് ചെയ്യണം, പിന്നെ എനിക്കൊരു പേഴ്സണൽ ബ്രാൻഡിങ് വേണം എന്നുള്ള താല്പര്യമൊക്കെ ഉള്ളായിരുന്നു. അപ്പൊ ആളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടായിരുന്നു അതിന്റെ ചാനലിന്റെ ലോഗോയ്ക്ക് അങ്ങനെ ഡിസൈൻ ചെയ്തത്. പിന്നെ ഓസ്ട്രേലിയ സ്പെസിഫിക് ആയത് കാരണം ഓസ്ട്രേലിയൻ നഴ്സിംഗ് ഡ്രീംസ് അങ്ങനെ ഇട്ടു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ക്രൗഡിലോട്ട് പെട്ടെന്നൊരു റീച്ച് കിട്ടി. അങ്ങനെ ഒരുപാട് എൻക്വയറീസ് വരാൻ തുടങ്ങി, നമുക്ക് എങ്ങനെ ഓസ്ട്രേലിയയിലോട്ട് എത്താം എന്നുള്ളത്. ആ ലീഡ് ഡയറക്റ്റ് ദേവിക ഹാൻഡിൽ ചെയ്തു, അത് കോളേജിലോട്ട് റെഫർ ചെയ്തു. അങ്ങനെ അത് പതുക്കെ ഡെവലപ്പായിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഡെസ്മ തുടങ്ങി. അതെ, അവിടെ ഡിഫറെൻ്റ് ആയിരുന്നു, അതൊരു കോഴ്സിന് വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ തുടങ്ങിയത് ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞ കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ BSc MSc പാസ്സായിട്ടുള്ള നഴ്സസിന് എങ്ങനെ ഓസ്ട്രേലിയയിലോട്ട് പോകാനൊരു രജിസ്ട്രേഷൻ പ്രോസസ്സ് ഉണ്ട്. അപ്പം ആ പ്രോസസ്സ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഈ കോഴ്സ് ചെയ്ത കാൻഡിഡേറ്റ്സ് തന്നെ ദേവികനോട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു, ഈ പ്രോസസ്സ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാവോ എന്നുള്ളത്. അപ്പം അങ്ങനെയാണ് പിന്നെ അവിടെ നിന്ന് വിട്ടതിന് ശേഷം, വിടുമ്പോൾ അങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നില്ല ഇത് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള. വിട്ട് കഴിഞ്ഞ് പിന്നെ ലേറ്റർ പോയിന്റ് ഓഫ് ടൈം അങ്ങനെ അത് ഡിറൈവ് ചെയ്ത് വന്നു, ഓക്കെ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്,
അങ്ങനെ നമ്മൾ ഡെസ്മ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ആക്കിയിട്ട് അത് അപ്പൊ എസ്റ്റാബ്ലിഷ് ചെയ്തു. ദേവിക ചെയ്തുകൊണ്ടിരുന്നത് ഇവരെ ഈ യൂട്യൂബ് ചാനലിൽ ഇവർക്ക് ഗൈഡ് ലൈൻസ് കൊടുക്കുമായിരുന്നു, നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് പോവാം എന്നുള്ളത് അല്ലേ? അതെ, ഒരു ജെനുവിൻ കൺസൾട്ടൻസി എന്ന് പറയുമ്പോഴേക്കും അങ്ങനെ പേരെടുത്ത് പറയാൻ വേണ്ടി അധികം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല. സോ ആ സമയത്ത് ഈ ഒരു കോഴ്സ് ചെയ്യുന്ന നഴ്സസ് എൻ്റെ അടുത്ത് തന്നെ ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട്, ദേവികയ്ക്ക് ചെയ്തുകൂടെ, ഞങ്ങൾ പേപ്പർ വർക്ക് ഞങ്ങൾക്ക് വിശ്വാസത്തോടെ തരാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. ബട്ട് ആ ടൈമിൽ വർക്കിംഗ് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് പോയില്ല. പിന്നെ ഒരു പോയിന്റിൽ നമ്മൾ കുറെ എൻക്വയറീസ് വന്നു, പിന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു, നമ്മൾ റിസൈൻ ചെയ്തു. അതിനുശേഷമാണ് കാൻഡിഡേറ്റ്സ് കാരണം തന്നെയാണ് നമ്മൾ ഡെസ്മ ഇന്റർനാഷണൽ എന്നുള്ളൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ വൈ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? നിങ്ങൾ എന്തുകൊണ്ട് ഓസ്ട്രേലിയ തന്നെ ചൂസ് ചെയ്തു, അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ എന്താ? ഓസ്ട്രേലിയ എന്ന് പറയുന്ന കൺട്രി ഹൈ പേയ്മെന്റ് കൊടുക്കുന്ന ഒരു കൺട്രിയാണ് നഴ്സസിന് വേണ്ടിയിട്ട്. സോ നമ്മുടെ നാട്ടിലെ നഴ്സസ് ഒക്കെ ആണെങ്കിൽ അവർ പുറത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ നോക്കുന്നത് സാലറി ഒരു ഫാക്ടർ ആണല്ലോ. സോ അതിൽ ബെസ്റ്റ് ചോയ്സ് ഓസ്ട്രേലിയ തന്നെയാണ്. സാലറി ഒരു ഫാക്ടർ ആണെങ്കിലും അഡീഷണലി വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലേ. നമ്മുടെ ഇവിടുത്തെ നഴ്സസ് വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഫാമിലി ആയിട്ടുള്ള ടൈം കിട്ടണം എന്നില്ല, പിന്നെ വർക്കിൽ ഭയങ്കര ഹെക്ടിക് ആയിരിക്കും, പറയുന്ന ആ ഒരു ടൈമിൽ ഇറങ്ങാൻ പറ്റില്ല, അതെ ഫുഡ് കഴിക്കാൻ ടൈം ഉണ്ടാവില്ല, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. സോ ഇതിന് പുറമെ സാലറി ഇല്ല. അതെ, ഇതിന് പുറമെ സാലറി ഇല്ല. റെക്കഗ്നിഷൻ അവിടെ കിട്ടുന്ന പോലെയുള്ള റെക്കഗ്നിഷൻ നമ്മുടെ നാട്ടിലെ നഴ്സസിന് കിട്ടുന്നില്ല. അത് കിട്ടുന്നുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതുപോലെ സമരത്തിന്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇപ്പം നമ്മുടെ നാട്ടിൽ മെയിൻ ആയിട്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നതാണല്ലോ നഴ്സുമാരുടെ സമരം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓസ്ട്രേലിയ എന്ന് പറയുന്ന കൺട്രി നമുക്ക് ഫാമിലി ടൈമും കിട്ടും. ആ ഒരു അവേഴ്സ്, ഒരു 8 hours ആണ് ഓസ്ട്രേലിയയിൽ കൂടുതലും ഷിഫ്റ്റ് ഉള്ളത് നഴ്സസിന്റെ. സോ ആ ഒരു 8 hours ഷിഫ്റ്റ് കഴിഞ്ഞാൽ അവർക്ക് വീട്ടിൽ പോകും. പിന്നെ വീക്ക്ലി 5 days ഒക്കെ വർക്ക് ചെയ്താൽ മതി. അഡീഷണലി വേണമെങ്കിൽ വർക്ക് ചെയ്യാം, അത് നഴ്സിന് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം. അവർക്ക് ഏജൻസി ആയിട്ട് വേണമെങ്കിൽ കമ്പൈൻ ചെയ്ത് വർക്ക് ചെയ്യാം, പാർട്ട് ടൈം ചെയ്യാം, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അത് അവർക്ക് വേണമെങ്കിൽ മാത്രം ചെയ്യാവുന്ന കാര്യമാണ്. അഡീഷണൽ പേയ്മെന്റും കിട്ടും. പിന്നെ PR ഓപ്ഷൻ, അത് ഒരു മെയിൻ ഫാക്ടറാണ്. PR ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, വൺസ് PR കിട്ടിക്കഴിഞ്ഞാൽ കുറേ ബെനിഫിറ്റ്സ് നമ്മുടെ നഴ്സസിന് അവെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഉണ്ടാവും, പിന്നെ ചൈൽഡ് കെയർ ബെനിഫിറ്റ്. ചെറിയ കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ അവരെ നോക്കാനായിട്ട് പാരൻസിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് പകരം പിന്നെ ഡേ കെയർ പോലുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. സോ അവിടെയൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ബെനിഫിറ്റ്സ് ഈ പർട്ടിക്കുലർ ജോബിനാണോ നഴ്സസ് എന്ന് പറഞ്ഞൊരു മേഖലയ്ക്കാണോ? PR-ന്റെ ബെനിഫിറ്റ്സ്. പിന്നെ നഴ്സസിനെ സംബന്ധിച്ചിടത്തോളം PR എളുപ്പമാണ്, കാരണം അവർ സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റിലുള്ളത് കാരണം PR-ഉം അതർ ഹെൽത്ത് കെയർ പ്രൊഫഷൻസ് ഒക്കെ ഉണ്ട്. സോ അവർക്ക് പെട്ടെന്ന് PR കിട്ടും കമ്പയർഡ് ടു അതർ പ്രൊഫഷൻസ്. ഇപ്പം നമ്മൾ പറഞ്ഞത് നമ്മൾ ഞാൻ പറഞ്ഞു തുടങ്ങിയത് നഴ്സസ് ആണെങ്കിലും നിങ്ങളിപ്പം ബാക്കിയുള്ള ഹെൽത്ത് സെക്ടറിലെ ജോലികൾക്കും നിങ്ങളിപ്പം ഓപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെ, നമ്മളിപ്പോൾ ലാസ്റ്റ് ഒരു 2 to 3 years ആയിട്ട് നഴ്സസിനെ മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് നമ്മളിപ്പോൾ ഡെന്റിസ്റ്റിൻ്റെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഫാർമസിസ്റ്റിൻ്റെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നഴ്സസിനെ മാത്രമല്ല, സ്കിൽ ഷോർട്ടേജിലുള്ള ലിസ്റ്റിൽ ഈ പറയുന്ന പ്രൊഫഷൻസും കൂടിയിട്ടുണ്ട്. ഇതും ഹൈ ഡിമാൻഡ് ആണ്. അതെ. ഓസ്ട്രേലിയക്ക് എല്ലാ പ്രൊഫഷനിലുള്ള ആളുകൾക്കും പോകാൻ പറ്റില്ല. കുറച്ച് ലിസ്റ്റ് ഉണ്ട്, അതാണ് സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റ്. അവിടെ ഷോർട്ടേജ് ഉള്ള പ്രൊഫഷൻസ്. അപ്പൊ അതിൽ വരുന്ന ഹൈ ഡിമാൻഡ് ഉള്ള ഒരെണ്ണം നഴ്സിംഗ് ആണ്, നഴ്സസ്. പിന്നെ ഡെന്റിസ്റ്റ് വരുന്നുണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റ്, ഫാർമസിസ്റ്റ്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. സോ നമ്മളിപ്പം റീസെൻ്റ്ലി അങ്ങനത്തെ രജിസ്ട്രേഷൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെയും ഫാർമസിയുടെയും ഡെന്റിസ്റ്റിൻ്റെയും രജിസ്ട്രേഷൻസ് ചെയ്യുന്നുണ്ട്. അതും കാൻഡിഡേറ്റ്സ് തന്നെയാണ്. നിങ്ങൾക്ക് ചെയ്തുകൂടെ എന്ന് ചോദിച്ചാൽ നമുക്ക് എൻക്വയറി വന്നിട്ട് തന്നെയാണ് നമ്മൾ അതും സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. എനിക്കിപ്പോൾ അറിയാവുന്ന ഒരു കുട്ടിയുണ്ട്, 11ാം ക്ലാസ്സിൽ പഠിക്കുകയുള്ളൂ. പക്ഷെ എന്നാലും അവൾ നേഴ്സ് ആവണമെന്ന് സ്വപ്നം കാണുമ്പോഴേ അവളുടെ ആഗ്രഹം വിദേശത്തേക്ക് പോകണം എന്നുള്ളത് തന്നെയാണ് 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ. അപ്പോൾ ശരിക്കും ഒരു നേഴ്സ് ആവാൻ പോകുന്ന ഒരാൾ ഇപ്പം അതും വിദേശത്തേക്ക് പോകണം, ഓസ്ട്രേലിയ പർട്ടിക്കുലർലി നോക്കിയാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും അവർ ചെയ്യേണ്ടത്? 11th പഠിക്കുന്ന ഒരു കാൻഡിഡേറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ +2 കഴിഞ്ഞതിന് ശേഷം ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അവർ ഡയറക്റ്റ് അവിടെ പോയിട്ട്, അതായത് ഓസ്ട്രേലിയയിൽ പോയിട്ട് അവർ BSc നഴ്സിങ്ങിന് ചെയ്യാന്നുള്ളതാണ്. പക്ഷേ ഓസ്ട്രേലിയയിൽ BSc നഴ്സിംഗ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഭയങ്കര നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് വേണം. കാരണം ഓസ്ട്രേലിയ പോലുള്ള കൺട്രിയിൽ നമുക്ക് BSc നഴ്സിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഓൾമോസ്റ്റ് ഒരു 60 lakhs-ഓളം സ്പെൻഡ് നമ്മൾ ചെയ്യേണ്ടി വരും. 60 lakhs-ഓളം ചെയ്യണം. ബട്ട് അത് നമ്മൾ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ബെനിഫിറ്റ്, അല്ലെങ്കിൽ അവിടെ RN ആയി കഴിഞ്ഞാൽ ഡയറക്റ്റ് വേറെ എക്സാംസ് ഒന്നുമില്ല. ഇവിടെ നമ്മൾ BSc നഴ്സിംഗ് അല്ലെങ്കിൽ MSc നഴ്സിംഗ് പാസ്സതിന് ശേഷം OBA പാത്ത് വഴി നമ്മൾ ഒരു പ്രോസസ്സ് ചെയ്ത് അവിടെ എത്തി നമ്മൾ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണമല്ലോ, ഒരു 1.5 year. പിന്നെ അഗെയിൻ PR-ന് നമ്മൾ നോക്കുകയാണെങ്കിൽ
പിന്നെ ഒരു 1 ഇയർ അഡീഷണൽ എടുക്കും. സോ അത്രയും ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഒരു നല്ലൊരു ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും അവിടെ ഡയറക്റ്റ് BSc നഴ്സിംഗ് പഠിച്ചിട്ട് ഡയറക്റ്റ് രജിസ്ട്രേഷൻ കിട്ടും. അപ്പോൾ ഈ എക്സാംസ് ഒന്നും ഇല്ല. അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം അവർക്ക് അത് കഴിഞ്ഞിട്ട് 1-2 വർഷം കൊണ്ടിട്ട് ഈ കോസ്റ്റ് അവർക്ക് റിക്കവർ ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ അവിടെ അവിടെ പഠിക്കാൻ പോകുന്ന സമയത്ത് അവർക്ക് അവിടെ പാർട്ട് ടൈം ജോബും ചെയ്യാനായിട്ട് അലൗഡ് ആണ്. സോ അവർക്ക് ലിവിങ് എക്സ്പെൻസ് ഓൾമോസ്റ്റ് അവർക്ക് അതിൽ മീറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഓക്കെ. ഇതിപ്പം നമ്മൾ പറയുന്ന ഡയറക്റ്റ് BSc പോയതാണ്. ഇനിയിപ്പം MSc നമുക്ക് അങ്ങനെ പോവാം എന്ന് വിചാരിക്കണം. BSc കഴിഞ്ഞ് ഇവിടെ നിൽക്കുന്ന ഒരു കുട്ടി MSc ചെയ്യാൻ പോവുകയാണെങ്കിൽ BSc കഴിഞ്ഞവർക്ക് ഇതുപോലെ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, അഗെയിൻ അവർക്കൊരു നല്ലൊരു ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് MSc കോഴ്സിന് അവിടെ ജോയിൻ ചെയ്യാം. എല്ലാ MSc നഴ്സിംഗ് കോഴ്സസും ചെയ്ത് കഴിഞ്ഞാൽ അവിടെ രജിസ്ട്രേഷൻ കിട്ടണമെന്നില്ല. സ്പെസിഫിക്കലി MScയുടെ കേസ് വരുമ്പോൾ ലീഡിങ് ടു രജിസ്ട്രേഷൻ കോഴ്സസ് ഉണ്ട്. ആ കോഴ്സസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അവിടെ RN ആയിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ അവരുടെ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ഈ പറഞ്ഞ OBA പാത്വേ എന്നാണ്. അതിൽ അവരിവിടെ നിന്ന് തന്നെ അവർക്ക് പ്രിപ്പയർ ചെയ്യാം. NCLEX എക്സാം എഴുതുക, പിന്നെ OSCE എക്സാം എഴുതുക, അത് കഴിഞ്ഞിട്ട് അവരുടെ ലാംഗ്വേജ് റിക്വയർമെൻറ്റ് ഫുൾഫിൽ ചെയ്യുക. അതൊക്കെ അത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് പിന്നെ അവർക്ക് രജിസ്ട്രേഷൻ കിട്ടുക. ബട്ട് കമ്പയർ ടു MSc ഇത് കോസ്റ്റ് കുറച്ച് കുറവായിരിക്കും. സോ ഡിപ്പെൻഡ്സ് ഓൺ കാൻഡിഡേറ്റ്, അവർക്ക് എത്ര എഫേർട്ട് ഇടാൻ പറ്റും, അവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്, അതൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ അവർക്കൊരു ഓപ്ഷൻ കൊടുക്കുന്നത്. ഏത് ചൂസ് ചെയ്യണം എന്നുള്ള, MSc നഴ്സിങ്ങിന് പോകണോ അതോ OBA പാത്വേ ചൂസ് ചെയ്യണോ എന്നുള്ളത്. ഓക്കെ. ഇനി അതേപോലെ നമ്മുടെ ഇവിടെ ജോലി, അതാണ് ഞാൻ മുന്നേ ചോദിച്ചൊരു കാര്യം. വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇവിടെ നിന്ന് നേഴ്സായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളത് ഓസ്ട്രേലിയയിലേക്ക്. MSc പഠിക്കാൻ പോകുന്നത് വൺ തിങ്, അല്ലാതെ ഓൾറെഡി വർക്കിംഗ് ആയിട്ടുള്ള നഴ്സുമാർക്ക് ഇല്ല. നമുക്ക് ഇവിടെ വളരെ ഫ്രഷറായിട്ടുള്ള നഴ്സസിന് വരെ നമുക്ക് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഇപ്പോൾ ഈ ആപ്രയുടെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഫൈനൽ ടൈം, അതായത് ഒരു 1 ഇയർ ഓളം ഇതിന് ടൈം എടുക്കും രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ. 1 ഇയർ എന്ന് പറഞ്ഞാലും 1.5 വർഷത്തോളം എടുക്കാറുണ്ട്. സോ ഈ 1.5 വർഷത്തിൻ്റെ ടുവേർഡ്സ് ദി എൻഡ് അവിടെയാണ് ഫൈനൽ രജിസ്ട്രേഷൻ വരുന്നത്. ആ പ്രോസസ്സ് എത്തുമ്പോൾ 450 വർക്കിംഗ് അവേഴ്സാണ് ഇവർക്ക് കാണിക്കേണ്ടത്. ആ ഒരു എക്സ്പീരിയൻസ് മാത്രം മതി. അത് നമ്മുടെ ഇവിടെ ഇൻ മന്ത്സ് പറയുകയാണെങ്കിൽ 3 to 4 മന്ത്സിൻ്റെ എക്സ്പീരിയൻസ് മതി. ബട്ട് ഒരു ഫ്രഷറായിട്ടുള്ളൊരു നഴ്സ് എപ്പോൾ നമ്മുടെ അടുത്ത് വരുന്നു, നമ്മൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു, അവരോട് നമ്മൾ അഡ്വൈസ് ചെയ്യും, നിങ്ങൾ എവിടെയെങ്കിലും വർക്ക് സ്റ്റാർട്ട് ചെയ്തോളൂ എന്ന്. സോ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എങ്ങനെ വന്നാലും 1.5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. സോ അത് മോർ ദാൻ ഇനഫ് ആണ്. ഓക്കെ. അതായിരുന്നു എൻ്റെ അടുത്ത ചോദ്യം. അതായത് നമ്മൾ ആപ്ലിക്കേഷൻ തൊട്ട് ഓസ്ട്രേലിയയിൽ ചെന്ന് ലാൻഡ് ചെയ്യുന്നവരെ സമയം ശരിക്കും എത്രയാണ്? ഏകദേശം ഒരു 2 വർഷം. വിത്ത് PR നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2-2.5 വർഷമാണ് എടുക്കുക. കാൻഡിഡേറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ഒരു ടൈം ഫ്രെയിമും ഇരിക്കുന്നത്. ഇപ്പം ഒരു BSc നഴ്സ് വരികയാണെങ്കിൽ നമുക്ക് അവരുടെ പ്രൊസീജിയർ നോക്കുമ്പോൾ ഫസ്റ്റ് NCLEX എന്ന് പറയുന്നൊരു തിയറി എക്സാം ഉണ്ട്. അത് അറ്റൻഡ് ചെയ്യണം. നാട്ടിൽ നിന്ന് തന്നെ നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, അങ്ങനെ കുറേ സെൻറ്റേഴ്സ് ഇന്ത്യയിലുണ്ട്. വൺസ് അത് ക്ലിയർ ചെയ്തതിന് ശേഷം OSCE പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്. അത് ഓസ്ട്രേലിയയിൽ തന്നെ പോയിട്ട് അറ്റൻഡ് ചെയ്യേണ്ട എക്സാമാണ്. പ്രാക്ടിക്കലാണ്. 10 സ്റ്റേഷൻസ് ഉണ്ടാവും. ഈ 10 സ്റ്റേഷനിൽ 7 എണ്ണം അവർ പാസ്സാവണം. അങ്ങനെ OSCE ക്ലിയർ ചെയ്തു. ദെൻ ഫൈനൽ പേപ്പർ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് വേണം. IELTS, OET, PT ഏതാണെങ്കിലും അക്സെപ്റ്റഡ് ആണ്. സോ ഈ 3 സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ശരിക്കും പറഞ്ഞൊരു 1 ഇയർ ധാരാളമാണ്. ബട്ട് ചില നഴ്സസിന് ഫസ്റ്റ് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ചിലപ്പോൾ കുറച്ച് ടൈം വേണ്ടി വരും. പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ട് അത്യാവശ്യം ടൈം എടുക്കും. പിന്നെ സെക്കൻഡ് സ്റ്റേജായ OSCE അറ്റൻഡ് ചെയ്യാനായിട്ട് ചിലർക്ക് ലീവിൻ്റെ പ്രശ്നമുള്ളവരുണ്ടാവും. അപ്പോൾ കുറച്ച് ലാഗാവും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരു 1-1.5 വർഷത്തിനുള്ളിൽ ഒരു ആവറേജ് ടൈം എടുക്കുന്നുണ്ട് OBA പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അതിനുശേഷം നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് PR കൂടി ചെയ്യാനായിട്ടാണ്. കാരണം ഒരു നഴ്സ് ഓസ്ട്രേലിയക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നത് അവിടെ PR കിട്ടി സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ആ ഒരു പേപ്പർ വർക്കും കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജോബിനും ബുദ്ധിമുട്ടുണ്ടാവില്ല. സോ എൻ്റെ പ്രോസസ്സ് നോക്കുമ്പോൾ ടിൽ PR വരെ ആണെങ്കിൽ ഒരു 2-2.5 വർഷമാണ് എടുക്കുന്നത്. ഓക്കെ. അത് ഡിപ്പെൻഡ്സ് ഓൺ ആ എക്സാം ക്ലിയർ ചെയ്യുന്ന കാര്യം കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതെ, അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ കാൻഡിഡേറ്റിനെ ചൂസ് ചെയ്യാമല്ലോ എപ്പോഴാണ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. ഫ്ലെക്സിബിൾ ആണ്. എത്ര ടൈം വേണമെങ്കിലും എടുക്കാം. 2 years അല്ലാതെ കൂടുതൽ എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. ചില നഴ്സസിന് ഇപ്പോൾ ഗൾഫ് കൺട്രീസിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കോൺട്രാക്ട് ഉണ്ടാവും. ചിലപ്പോൾ 2 to 3 years ആ പെർട്ടിക്കുലർ കൺട്രിയിൽ വർക്ക് ചെയ്യണം എന്ന് കോൺട്രാക്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യാറുണ്ട് ഏത് ടൈമിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. സോ പേപ്പർ വർക്ക് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് അതിൻ്റെ ഇടയ്ക്ക്
ഗ്യാപ്പ് ഇട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കുറച്ച് ടൈം ഡിലേ ആക്കി ചെയ്യണമെങ്കിലും പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം. അതല്ലാതെ ഫാസ്റ്റ് ആക്കി ചെയ്യണമെങ്കിലും ചെയ്യാം. അതിന് നമുക്കൊരു കൺസൾട്ടൻസിക്ക് ഫുൾ ഗൈഡൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പോൾ ഇതേ BSc നഴ്സിംഗ് പോലെ തന്നെ കുറേ ജനറൽ നഴ്സസും ഉണ്ടാവും, GNM അങ്ങനെയുള്ളവരും ഉണ്ടാവും, എക്സ്പീരിയൻസ് കൂടിയവരും വേറെ പല രാജ്യങ്ങളിലുള്ളവർക്കും. അവർക്കൊക്കെയുള്ള സ്കോപ്പ് എങ്ങനെയാണ് ഇപ്പോൾ ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് PR-ഉം ഓസ്ട്രേലിയയിലേക്ക് നോക്കണമെങ്കിൽ? GNMs കഴിഞ്ഞ നഴ്സസ് ആണെങ്കിൽ അവർക്ക് 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്നെങ്കിൽ ഓസ്ട്രേലിയയുടെ പ്രോസസ്സ് ചെയ്യാൻ പറ്റും, ബട്ട് ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ അപ്ഗ്രേഡ് ചെയ്യണം. ഒരു ഓൺലൈൻ കോഴ്സ് ഉണ്ട്, 6 months വരെ ഡ്യൂറേഷൻ ഉള്ള ഒരു കോഴ്സാണ്. അതിന് ഏകദേശം 4 to 5 lakhs കോസ്റ്റ് വരുന്നുണ്ട്. അവർക്കത് ഓൺലൈനായിട്ട് ചെയ്യാം, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സെയിം ടൈമിൽ തന്നെ ഓൺലൈനായിട്ട് ചെയ്യാവുന്നതാണ്. റെക്കോർഡിങ്സ് ഒക്കെ ഉണ്ടാവും, അത് ചെയ്യാം. അത് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു 1 year എക്സ്പീരിയൻസ് ഉള്ള GNM ഒക്കെ ആണെങ്കിലാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ഓപ്റ്റ് ചെയ്യാനായിട്ട് പറയുന്നത്. വൺസ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് സാധാരണ നഴ്സസ്, ഇന്റർനാഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സസ് ഫോളോ ചെയ്യുന്ന സെയിം പ്രോസസ്സ് OBE, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ NCLEX, OSCE, ലാംഗ്വേജ് ടെസ്റ്റ്, ഇതിന് ശേഷം ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല ഒരു മോർ ദാൻ 5 years ഒക്കെ എക്സ്പീരിയൻസ് ഉള്ള GNMs ആണെങ്കിൽ അതും നമ്മൾ പറയുന്നത് രജിസ്റ്റേർഡ് നേഴ്സ് ആയിട്ട് ഉള്ള എക്സ്പീരിയൻസ് ആയിരിക്കണം. ചില നഴ്സസ് പ്രാക്ടിക്കൽ നേഴ്സായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, കെയറർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. GCC കൺട്രിയിലൊക്കെ പ്രാക്ടിക്കൽ നേഴ്സ് എന്നുള്ളൊരു ഡെസിഗ്നേഷൻ ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യില്ല. അതല്ലാതെ അതെ രജിസ്റ്റേർഡ് നേഴ്സ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് മിനിമം ഒരു 5 years 4 years ഒക്കെ ആണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ അവർക്ക് ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് സാധിക്കും. ന്യൂസിലൻഡും ഓസ്ട്രേലിയയും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്, ഒരു TTMR പാത്വേ എന്ന് പറയും, ട്രാൻസ് ടാസ്മാൻ മ്യൂച്വൽ റെക്കഗ്നിഷൻ ആക്ട്. ഇത് ഒത്തിരി വർഷങ്ങളായിട്ട് ഉള്ളതാണ്. നഴ്സസിന് വേണ്ടിയിട്ട് മാത്രമല്ല, ഏത് പ്രൊഫഷനിലുള്ള ആളാണെങ്കിലും ന്യൂസിലൻഡിൽ ലൈസൻസ് ഉള്ള ഒരു പ്രൊഫഷൻ ആണെങ്കിൽ ആൾക്കത് ഓസ്ട്രേലിയയിലേക്ക് കൺവേർട്ട് ചെയ്യാനും തിരിച്ച് ഓസ്ട്രേലിയയിൽ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ന്യൂസിലൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാനും പറ്റും. ഈവൻ ഒരു പ്ലംബർ ആണെങ്കിൽ കൂടി ലൈസൻസ് ഉള്ളവർക്ക് ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്. സോ അതെ, സെയിം തന്നെ നേഴ്സിന് ന്യൂസിലൻഡ് ലൈസൻസ് എടുക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് ക്വാളിഫിക്കേഷൻ അപ്ഗ്രേഡ് ചെയ്യേണ്ട. ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ന്യൂസിലൻഡിന്റെ എക്സാംസ് ഉണ്ട്. സോ ന്യൂസിലൻഡില് GNMsന് അങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഉണ്ട്. തിയറി എക്സാം ഉണ്ട്, ഒരു IQM തിയറി ഉണ്ട്, നാട്ടിൽ നിന്ന് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന എക്സാം ആണ്. ന്യൂസിലൻഡിൽ OSCE ഉണ്ട്, 10 സ്റ്റേഷൻസ് ഉള്ളത്. അത് അവിടെ പോയിട്ട് ക്രൈസ്റ്റ് ചർച്ച് എന്ന് പറയുന്ന ഒരു പ്ലേസിലാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റുക. അതിനുശേഷം ലൈസൻസ് കിട്ടും, APC കിട്ടിയതിന് ശേഷം ന്യൂസിലൻഡ് ലൈസൻസ് ഓസ്ട്രേലിയയിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ അവർക്ക് 2 ലൈസൻസ് കീപ്പ് ചെയ്യാം. അപ്പോൾ ന്യൂസിലൻഡിലെ ലൈസൻസുമായി ഓസ്ട്രേലിയയിലെ ലൈസൻസുമായി. സോ GNMന് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതല്ലാതെ BScക്കും ഈ ഒരു ഓപ്ഷൻ തന്നെ ചൂസ് ചെയ്യുന്നവരുണ്ട്. ഏത് കൺട്രി ആണെങ്കിലും അവർക്ക് ഈ ന്യൂസിലൻഡ് ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും ഇങ്ങനെ ലൈസൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. അതിന്റെ ബെനിഫിറ്റ്സ് വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇതെല്ലാം ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ലൈസൻസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ചില ആളുകൾക്ക് ഈ GNM ആയിട്ടുള്ള ആളുകൾക്ക് ക്വാളിഫിക്കേഷൻ അപ്ഗ്രേഡ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റ് ന്യൂസിലൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. കോഴ്സ് ചെയ്യണേന് ഒരു 4 to 5 lakhs നേരെ ന്യൂസിലൻഡിൽ പോയിട്ട് അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് ഇവര് ഫിസിക്കലി ന്യൂസിലൻഡിലേക്ക് പോയി നിൽക്കുമൊന്നും വേണ്ട. ആകെ OSCEയുടെ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം പോയാൽ മതി. ബാക്കി എല്ലാ പേപ്പർ വർക്കും നമ്മൾ തന്നെയാണ്. അത് പറഞ്ഞപ്പോഴാണ് ഈ OSCEയുടെ എക്സാം ആണോ പറഞ്ഞത് ഓസ്ട്രേലിയ പോയി അറ്റൻഡ് ചെയ്യണം? 2 കൺട്രിയിൽ OSCE എക്സാം ഉണ്ട്. ന്യൂസിലൻഡിനും ഉണ്ട് OSCE, ഓസ്ട്രേലിയയിലും ഉണ്ട് OSCE. പ്രാക്ടിക്കലി നമ്മൾ അവിടെ പോയി അതെ അവിടെ പോയിട്ട് ചെയ്യണം. അപ്പൊ ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് എങ്ങനെയാണ് ഇവർക്ക് ട്രെയിനിങ് ചെയ്യുന്നതും ഗൈഡൻസ് ചെയ്യുന്നതും ഒക്കെ നിങ്ങൾ എങ്ങനെയാണ്? നമ്മളുടെ അടുത്തൊരു കാൻഡിഡേറ്റ് വന്നു കഴിഞ്ഞാൽ അവരുടെ ഡോക്യുമെന്റ് ഫസ്റ്റ് എലിജിബിലിറ്റി അസസ്മെന്റ് തൊട്ട് അവർക്ക് രജിസ്ട്രേഷൻ കിട്ടുന്നവരെയുള്ള എല്ലാ പ്രോസസ്സിനും നമ്മൾ അസിസ്റ്റ് ചെയ്യും. സോ അതിൽ ഈ NCLEXന്റെ എക്സാം വരെ എഴുതണം, അതിൻ്റെ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ അസിസ്റ്റ് ചെയ്യും. പിന്നെ നമുക്ക് നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് ടൈപ്പ് ഉണ്ട്, നമ്മൾ അങ്ങോട്ട് അവരെ റെഫർ ചെയ്യും. അതല്ലെങ്കിൽ കാൻഡിഡേറ്റിന് അവരെ ഇഷ്ടം വെച്ചിട്ട് തന്നെ എവിടെ അറ്റൻഡ് ചെയ്യണോ അവിടെ ആ ഫ്രീഡം ഉണ്ട്. ബട്ട് നമ്മളൊരു അഡ്വൈസ് അവർക്ക് എക്സ്പെർട്ട് അഡ്വൈസ് കൊടുക്കും. അതുപോലെ തന്നെ OSCEക്ക് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോച്ചിങ്സ് അവൈലബിൾ ആണ്. ലൈക്ക് നമ്മളെപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഓസ്ട്രേലിയയിൽ നിന്നുള്ള കോച്ചിങ് ആയിരിക്കും. അപ്പോൾ അവിടെയുള്ള ഓൾറെഡി RN ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഡയറക്റ്റ് കോച്ചിങ് നമ്മുടെ കാൻഡിഡേറ്റ്സിന് കൊടുക്കുന്നുണ്ട്. സോ അത് വളരെ അല്ല ഇംഗ്ലീഷിലായിരിക്കും. രണ്ടും അവൈലബിൾ ആണ്. മലയാളത്തിലുള്ള കോച്ചിങ് ഇവിടെ നാട്ടിൽ നിന്നുണ്ട്. അതല്ലാതെ ഓസ്ട്രേലിയയിൽ നിന്നാകുമ്പോൾ
ഇംഗ്ലീഷിലായിരിക്കും അങ്ങനത്തെ കോച്ചിങ് കോച്ചിങ് അതായിരിക്കും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ളത്. കാരണം അവിടെ റിയൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന നഴ്സസ് ആണല്ലോ അവർക്ക് കോച്ചിങ് കൊടുക്കുന്നത്. സോ ആ ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ എക്സാം എഴുതാൻ വേണ്ടി പോകാനായിട്ട് അവർ വിസ എടുത്തിട്ടാണ് പോകുന്നത്. സോ ആ വിസയുടെ അസിസ്റ്റൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ അവർക്ക് അവിടെ അക്കോമഡേഷൻ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈവൻ ആ അക്കോമഡേഷൻ അസിസ്റ്റൻസ് തന്നെ അവർക്ക് ഫുഡ് എങ്ങനെയൊക്കെ അതിനുള്ള ഓപ്ഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ കാൻഡിഡേറ്റ് ഇപ്പം ഡെസ്മയുടെ അടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ കിട്ടുന്നത് വരെ അവരൊന്നും അറിയേണ്ട കാര്യമില്ല. എല്ലാത്തിനും നമ്മൾ അസിസ്റ്റ് ചെയ്യുന്നതാണ്. കംപ്ലീറ്റ് പാക്കേജ്. നമ്മൾ തുടക്കത്തിലെ ഒരു എമൗണ്ട് പറയുകയുണ്ടായി. അപ്പം നമ്മൾ അവിടെ ഞാൻ ചോദിച്ചു ആപ്ലിക്കേഷൻ തൊട്ട് ലാൻഡിങ് വരെയുള്ള സമയം ചോദിച്ച മാതിരി തന്നെ ആപ്ലിക്കേഷൻ തൊട്ട് ലാൻഡിങ് വരെയുള്ള ഒരു എമൗണ്ട് ടോട്ടൽ എത്രയാവുമായിരിക്കും അവർക്ക് പോകാനുള്ള പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റും. അവർ അത് ആദ്യം തന്നെ അറിഞ്ഞിരിക്കണല്ലോ, നല്ല അവർക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 8 to 8.5 lakhs ആണ് ഓസ്ട്രേലിയൻ പ്രോസസ് ചെയ്യുമ്പോഴേക്കും വരുന്നത്. അതിൽ എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഏജൻസിയുടെ സർവീസ് ചാർജ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണ്. പലരും ആദ്യം ചോദിക്കാറുണ്ട് ഒരു 4 to 5 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമല്ലോ, അങ്ങനെയാണ് കേട്ടിരിക്കണേന്ന് പറഞ്ഞിട്ട് നമുക്ക് എൻക്വയറി വരാറുണ്ട്. ബട്ട് ആക്ച്വലി ഇവരുടെ എക്സാം ഫീസ് മാത്രമാണ് ഒരു 4 lakhs ഒക്കെ വരുന്നത്, 4 to 5 lakhs. അതല്ലാതെയുള്ള എക്സ്പെൻസ് അധികം ആർക്കും അറിയില്ല, ആരും റിവീൽ ചെയ്യാറുമില്ല. അപ്പോൾ എൻക്ലെക്സിന്റെ കോച്ചിങ് എടുക്കുകയാണെങ്കിൽ അത് വരുന്നുണ്ട്. ഓസ്കിയുടെ സമയത്ത് പോകുമ്പോഴുള്ള ടിക്കറ്റ് ചാർജ്, അക്കോമഡേഷൻ, ഫുഡ്, ട്രാവലിംഗ് കോസ്റ്റ്, അങ്ങനെ എല്ലാം വരുന്നുണ്ട്. സോ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു 8 to 8.5 lakhs ഓസ്ട്രേലിയക്ക് വരുന്നുണ്ട്. ന്യൂസിലൻഡ് നോക്കുവാണെങ്കിൽ ഒരു 7 to 7.5 lakhs ആണ് വരുന്നത്. കാരണം ന്യൂസിലൻഡിന്റെ എക്സാം ഫീസ് കുറച്ച് കുറവാണ് ഓസ്ട്രേലിയയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ വിസിറ്റിംഗ് വിസയുടെ ചാർജസ് ആണെങ്കിലും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവാണ്. അപ്പോൾ ആ ഒരു 1 lakh ആണ് ഡിഫറൻസ് വരുന്നത്. അതല്ലാതെ വലിയ വ്യത്യാസങ്ങളില്ല. സോ ന്യൂസിലൻഡ് ചെയ്യേണ്ടവർക്കാണെങ്കിൽ ന്യൂസിലൻഡ് പ്രോസസ് ചെയ്യാം. ചില ആളുകൾക്ക് ന്യൂസിലൻഡ് ആയിരിക്കും താല്പര്യം. എന്നിട്ട് ബട്ട് അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഓസ്ട്രേലിയ ആണ്. ഒരു പാർവേ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ന്യൂസിലൻഡ്. എക്സാമിന്റെ ഒക്കെ ഫീ കുറവ് കാരണം ന്യൂസിലൻഡ് പ്രിഫർ ചെയ്യുന്നത്. അതെ, പിന്നെ ന്യൂസിലൻഡിന്റെ ഐക്യു ഇൻ തിയറി കുറച്ച് നോക്കുവാണെങ്കിൽ ഈസിയാണ്. ബട്ട് തിരിച്ച് ഓസ്ട്രേലിയയുടെ ഓസ്കി കുറച്ച് ഈസിയാണ് ന്യൂസിലൻഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഓസ്ട്രേലിയയുടെ തിയറി എക്സാം കുറച്ച് ടഫാണെങ്കിൽ ന്യൂസിലാൻഡിന്റെ ഓസ്കി എക്സാം കുറച്ച് ടഫാണ്. അങ്ങനെയാണ്. അപ്പൊ അത് ഏത് വേണം എന്നുള്ളത് നമ്മൾ കാൻഡിഡേറ്റിന് സജഷൻ കൊടുക്കും, അവരുടെ പ്രൊഫൈൽ. അതെ, അതും കൂടി നമ്മൾ ചെക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഫൈനൽ ഒരു ഇത് പറയുക. പിന്നെ ഈ കോസ്റ്റിന്റെ കേസിൽ ഈ പറഞ്ഞ 8 to 8.5 lakhs കാൻഡിഡേറ്റ് നമുക്ക് പേ ചെയ്യുന്നത് നമ്മുടെ സർവീസ് ഫീസ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ഫീസും കാൻഡിഡേറ്റ് ഡയറക്റ്റ് ആണ് പേ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഓസ്ട്രേലിയൻ ആപ്പറയ്ക്ക് പേ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഫീസ് അല്ലെങ്കിൽ അവരുടെ ടിക്കറ്റ് ചാർജസ് എല്ലാം കാൻഡിഡേറ്റ് അതാത് ടീമിന് ആണ്. അത് ടോട്ടൽ എക്സ്പെൻസ് ആണ് 8.85 lakhs വരുന്നത്. ഓക്കെ. പക്ഷേ ഓസ്ട്രേലിയ നമ്മൾ പറയുമ്പോഴേ ഇപ്പം കുറേ ആൾക്കാർ UK, കാനഡ ഒക്കെ തന്നെ ഓപ്റ്റ് ചെയ്താണ് ഒരു സമയത്ത് നമ്മൾ ട്രെൻഡ് കണ്ടത്. ഇപ്പോൾ ഓസ്ട്രേലിയക്ക് ഇത്ര ഒരു ബൂം വരാനുള്ള കാരണം എന്താ? കാരണം ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കൺട്രീസ് എല്ലാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഹെൽത്ത് കെയറിൽ ഡെവലപ്മെൻറ്റ്സ് നടക്കുന്ന കൺട്രി ഓസ്ട്രേലിയയാണ് വിത്തൗട്ട് ഡൗട്ട്. അപ്പോൾ അവരുടെ ഗവൺമെൻറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, അവരിപ്പോൾ കൺസ്ട്രക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റൽസിൻ്റെ നമ്പറൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, അവരുടെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ റിപ്പോർട്ടിൽ കൊടുത്തിട്ടുണ്ട് ഇത്രയും ഹോസ്പിറ്റൽസിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2028 കൂടിയിട്ട് ഏകദേശം ഒരു 40ഓളം ഹോസ്പിറ്റലിൻ്റെ കമ്മീഷനിങ് വരുന്നുണ്ട്. പുതിയ 54 ഹോസ്പിറ്റലിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കാനായിട്ട് പോകുന്നുണ്ട്. സോ ഈ ഡാറ്റ എല്ലാം പറയുന്നത് ഹെൽത്ത് കെയർ സെക്ടറിൽ ജോബിൻ്റെ ഓപ്പർച്യൂണിറ്റി ഭയങ്കര കൂടുതലാവുന്ന. സോ അത് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഡോക്ടേഴ്സ് മാത്രമല്ല, നഴ്സസ് ഒരുപാട് ആവശ്യം വരും, ഡോക്ടേഴ്സിനേക്കാളും കൂടുതൽ ഫാർമസിസ്റ്റ്, ഇതുപോലെ തന്നെ ഫിസിയോതെറാപ്പിസ്റ്റ്. സോ അതുപോലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇനി അങ്ങോട്ട് വരുമ്പോൾ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ കൺട്രി കൊടുക്കുന്നത് പോലെ വേറെ ഒരു കൺട്രീസിനും അവൈലബിൾ ആയിരിക്കില്ല. സോ വിത്തൗട്ട് ഡൗട്ട് നമുക്ക് പറയാൻ പറ്റും ഇനിയുള്ളൊരു 5 വർഷത്തിലേക്ക് ഏറ്റവും ബൂം ചെയ്യാൻ പോകുന്ന ഹെൽത്ത് കെയർ സെക്ടർ എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലാണ്. സോ ഇതിൻ്റെ പ്രോസസ്സിന് ഇത്രയും ടൈം വരുന്ന കാരണം ഇപ്പോഴാണ് അതിന് റൈറ്റ് ടൈം. അതിന് പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ രജിസ്ട്രേഷൻ എടുക്കുക എന്ന് പറയുന്നത് ഇപ്പോഴാണ്. സോ നമ്മുടെ നഴ്സസ് അല്ലെങ്കിൽ ഇതുപോലുള്ള ഹെൽത്ത് കെയർ സെക്ടറിലുള്ള ആൾക്കാർ പ്രിപ്പയർഡാണ്, രജിസ്ട്രേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വരുന്ന 2027 അല്ലെങ്കിൽ 2028 വരുന്ന ഓപ്പർച്യൂണിറ്റീസിലൊക്കെ അവർക്ക് ഈസി ആയിരിക്കും. നൈസ്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ചോദിക്കാൻ വന്നത്, ഈ ഓസ്ട്രേലിയ നമ്മളിങ്ങനെ എടുത്തെടുത്ത് നമ്മൾ പറയുമ്പോൾ നിങ്ങളുടെ ഓൾറെഡി പോയിരിക്കുന്ന നഴ്സസ് ഉണ്ടാവുമല്ലോ, അവർക്ക് അവിടെ പോയിട്ട് അവർ നിങ്ങളോട് ഉറപ്പായിട്ടും റിവ്യൂ എന്തെങ്കിലുമൊക്കെ പറയും. അവർക്ക് അവിടെ ബെസ്റ്റായിട്ട് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഓസ്ട്രേലിയയിൽ?
കൂടുതലും നഴ്സസ് നാട്ടിൽ വർക്ക് ചെയ്തിട്ടുള്ളവരുണ്ട്. അവർ ഓസ്ട്രേലിയയിലേക്ക് പോയി കഴിഞ്ഞിട്ട് നല്ല ഫീഡ്ബാക്ക് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇപ്പൊ റീസെൻ്റ്ലി നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ, അതായത് എസ്പെഷ്യലി കേരളത്തിൽ വർക്ക് ചെയ്യുന്ന നഴ്സസ് ഫേസ് ചെയ്യുന്ന മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത്, അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. മെയിനായിട്ട് അവരുടെ സാലറി വളരെ കുറവാണ്. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ പോയി കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ കാൻഡിഡേറ്റ്സ്, ഡെസ്മ ത്രൂ പോയിരിക്കുന്ന കാൻഡിഡേറ്റ്സ് ഒക്കെ പറയുന്നത് സാലറിയിൽ അവർ ഹൈലി സാറ്റിസ്ഫൈഡ് ആണ്. എത്ര വരെ സാലറി കിട്ടും അവർക്ക് പെർ ഇയർ 50 lakhs ഒക്കെയാണ് നമ്മുടെ ഇന്ത്യൻ മണി നോക്കുകയാണെങ്കിൽ. അതെ, പെർ ഇയർ കിട്ടുക. ബട്ട് അത് ബേസിക് പേ മാത്രമാണ്. അതല്ലാതെ അവർലി പേ ഉണ്ട്. പിന്നെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ, ഇപ്പം ഒരു സെക്കൻഡ് ഷിഫ്റ്റ് ചെയ്യാണ്, നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിലൊക്കെ അവർക്ക് അഡീഷണൽ പേ കിട്ടുന്നുണ്ട്. ബട്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇല്ല, കേരളത്തിൽ പ്രത്യേകിച്ച് അങ്ങനെ ഇല്ല. പിന്നെ അത് മാത്രമല്ല, അവർക്കൊരു ബ്രേക്ക് എടുക്കേണ്ട ടൈമിൽ തന്നെ അവർക്ക് ബ്രേക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. 8 hours കഴിഞ്ഞാൽ ഇറങ്ങാൻ പറ്റുന്നുണ്ട്. സോ ഇതൊക്കെ അവരുടെ ആ ഒരു ഫുൾ ടോട്ടൽ അവരുടെ ഒരു ലൈഫിനെയും ഒക്കെ മാറ്റിമറിച്ചു എന്ന് തന്നെ നഴ്സസ് പറയാറുണ്ട്. അവർ സാറ്റിസ്ഫൈഡ് ആണ്. ക്ലൈമറ്റ് നോക്കുകയാണെങ്കിലും ഓസ്ട്രേലിയയിലെ പല സ്റ്റേറ്റ്സും നമ്മുടെ കേരളത്തിനോട് സാമ്യമുള്ള ക്ലൈമറ്റ് ഉള്ള സ്റ്റേറ്റ്സുകളുണ്ട്. അപ്പം നമ്മുടെ നഴ്സസ് പോയിരിക്കുന്നത് അതുപോലെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെയാണ്. സോ അവർ ഹാപ്പിയാണ്. നമ്മളടുത്ത് കോണ്ടാക്റ്റ് ഉണ്ട്, പറയാറുണ്ട്, അവരുടെ ഫീഡ്ബാക്ക് ഒക്കെ തരാറുണ്ട്. അവർ നമുക്ക് കാൻഡിഡേറ്റിനെ റെഫർ ചെയ്യാറുണ്ട്. നമ്മുടെ ആ ഒരു സർവീസിൻ്റെ ക്വാളിറ്റി വെച്ചിട്ട് അവർ തന്നെ പല നഴ്സസിനെയും നമ്മൾക്ക് റെഫർ ചെയ്തിട്ട് ഇപ്പോൾ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സാലറിയുടെ കേസ് പറഞ്ഞല്ലോ, അതായത് ഒരു 50 lakhs ആനുവൽ സാലറി അവർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 60 lakhs സ്പെൻഡ് ചെയ്ത് അവിടെ BSc നഴ്സിംഗ് ചെയ്യുന്ന കാൻഡിഡേറ്റിന് ഒരു 2 years വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, 2 years വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവർ സ്പെൻഡ് ചെയ്ത എമൗണ്ട് ഓൾമോസ്റ്റ് അവർക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഇവിടുത്തെ നഴ്സുമാർ ചെയ്യുന്ന അതേ ജോലിയല്ല അവിടെ അവർ ചെയ്യുന്നതെന്നുള്ള. അതിനെപ്പറ്റി ഒന്ന് പറയാം. അവിടുത്തെ അവരുടെ വർക്ക് കൾച്ചറിന്റെ കാര്യം തന്നെ നമുക്കൊന്ന് പറയണല്ലോ. അതായത് ഇപ്പം നമ്മുടെ നാട്ടിലെ നഴ്സസ് ചെയ്യുമ്പോൾ അവർക്ക് അത്യാവശ്യം എല്ലാ ഡ്യൂട്ടീസും ചെയ്യേണ്ടി വരാറുണ്ട്. ഇപ്പോൾ ഒരു ബെഡ് റിഡൻ ആയിട്ടുള്ളൊരു പേഷ്യൻ്റ് ആണെങ്കിൽ കൂടി അവരുടെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്നുണ്ട്. പിന്നെ ഒരു പേഷ്യൻറ്റിനെ എടുത്ത് പൊക്കാനായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടോ എന്ന് തന്നെ ഡൗട്ടാണ്. ബട്ട് ഓസ്ട്രേലിയയിൽ അങ്ങനെയല്ല. അവർക്ക് എല്ലാം അവരൊരു ഫോമാറ്റിലാണ് ചെയ്യുന്നത്. രജിസ്റ്റേർഡ് നഴ്സിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് മെഡിക്കേഷൻ കൊടുക്കുന്നതും അതുപോലെയുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതൊക്കെയാണ് മെയിനായിട്ട്. അതായത് ഫുൾ റെസ്പോൺസിബിലിറ്റി ഓസ്ട്രേലിയയിൽ ഒരു രജിസ്റ്റേർഡ് നഴ്സിന് വരുന്നുണ്ട്. ബട്ട് നമുക്ക് ഇവിടെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല, അവർ എല്ലാ ഡ്യൂട്ടീസും ചെയ്യേണ്ടി വരാറുണ്ട്. ഓസ്ട്രേലിയയിൽ തിരിച്ചാണ്. കുറേ എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. കുറച്ചുകൂടി ഹെൽത്ത് കെയർ സിസ്റ്റം ഡെവലപ്ഡ് ആണ്. പിന്നെ അവരുടെ കരിയർ വൈസ് ആയിട്ടുള്ള ഗ്രോത്ത് ആണെങ്കിലും രജിസ്റ്റേർഡ് നഴ്സിൻ്റെ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം ഹൈ പെയ്ഡ് ആയിട്ടുള്ള ജോബും ആണ്. അതെ, അവർക്ക് അവരുടെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അവർക്ക് കരിയർ അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഈ ഹൈലി റെക്കഗ്നൈസ്ഡ് പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവിടുത്തെ നഴ്സസിന് അവിടെ അറ്റസ്റ്റ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് വരെ ഉണ്ട്. സോ അങ്ങനെയാണ്. സോ അതിൽ നിന്ന് തന്നെ അറിയാലോ നമ്മൾ ആ പ്രൊഫഷൻ എത്രത്തോളം രജിസ്റ്റേർഡ് നഴ്സിന് ചെയ്യാനുള്ളത്. പിന്നെ അവിടെ നഴ്സിന്റെ ഒരു ഹയസ്റ്റ് പോസ്റ്റ് എന്ന് നോക്കുകയാണെങ്കിൽ നഴ്സിംഗ് പ്രാക്ടീഷണർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് വരെ വരുന്നതുണ്ട്. പിന്നെ കുറെ എഡ്യൂക്കേറ്റേഴ്സ് രജിസ്റ്റേർഡ് നഴ്സ് ആയി കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് അടുത്ത് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് അതെ അങ്ങനെ എഡ്യൂക്കേറ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാം. പിന്നെ ക്ലിനിക്കൽ നഴ്സ് ഉണ്ട്. അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. യൂണിറ്റ് മാനേജർ ഉണ്ട്. സോ നമ്മുടെ ഇവിടെ ആ ഒരു പോസ്റ്റിലേക്കൊക്കെ എത്താനായിട്ട് കുറേ അധികം വർഷങ്ങൾ വേണ്ടി വരും അവർക്ക്. ഇപ്പോൾ കുറച്ചൊരു ഡെസിഗ്നേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 10-15 വർഷം ആയി കഴിഞ്ഞാൽ പോലും TLs ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. ബട്ട് TL ആയിട്ട് നാട്ടിൽ വർക്ക് ചെയ്യുന്നവർക്ക് സാലറിയിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ഇവിടെ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നഴ്സസ് അനുഭവിക്കാറുണ്ട്. സോ അങ്ങനെയുള്ളൊരു നഴ്സ് വേറെ കൺട്രി ലൈക്ക് ഓസ്ട്രേലിയ നോക്കുമ്പോഴേക്കും അവിടെ ചെല്ലുമ്പോൾ അവർ ഹൈലി സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഫാമിലിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. പിന്നെ ചില ആളുകൾക്ക് ഒരു കൺസേൺ ഉണ്ടാവും, ഓസ്ട്രേലിയയിൽ ലിവിങ് കോസ്റ്റ് കൂടുതലായിരിക്കും, അപ്പൊ എങ്ങനെയാണ് പിന്നെ ഫാമിലി ലൈഫ് അതെ മീറ്റ് ചെയ്യാൻ പറ്റും. അതെ അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ അത് നോക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യമുള്ളൂ. നമ്മുടെ ഇവിടെയാണെങ്കിൽ ലിവിങ് കോസ്റ്റ് കൂടുതലല്ലേ. ഇപ്പൊ നഴ്സ് ആയതുകൊണ്ട് അവർക്ക് സാലറി കുറവാണ് എന്ന് കരുതി അവർക്ക് വേറെ ഏതെങ്കിലും ഷോപ്പിൽ ചെല്ലുമ്പോൾ അവർക്ക് വേറെ കൺസിഡറേഷൻ ഒന്നുമില്ല. എന്താണോ സാധാരണ എല്ലാവരും കൊടുക്കുന്ന ആ എമൗണ്ട് തന്നെ അവരും കൊടുക്കണം. ഓസ്ട്രേലിയയിലും അങ്ങനെ തന്നെയാണ്. ലിവിങ് കോസ്റ്റ് ഉണ്ട്, ബട്ട് അവർക്ക് അതിനുള്ള പേയ്മെന്റ് കിട്ടുന്നുണ്ട്, സാലറി കിട്ടുന്നുണ്ട്. അപ്പൊ ആ സാലറി വെച്ചിട്ട് അവർക്ക്
ആ ഒരു എക്സ്പെൻസ് മീറ്റ് ആവുന്നതേ ഉള്ളൂ. പിന്നെ അവരുടെ സ്പൗസിന് വർക്ക് ചെയ്യാം. ഓസ്ട്രേലിയയിൽ പോയി കഴിഞ്ഞാൽ അതെ PR എടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ, PR അല്ലെങ്കിലും ഈവൻ വർക്ക് വിസയിൽ പോകുന്ന ഒരു നഴ്സ് ആണെങ്കിൽ കൂടി അവരുടെ സ്പൗസിന് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഫുൾ ടൈം വർക്ക് ചെയ്യാം. അപ്പൊ അതിനുള്ള പേയ്മെന്റ് ഉണ്ടാവും. രണ്ടുപേരും ജോലി ചെയ്താലാണ് ഏത് കൺട്രി ആണെങ്കിലും നമുക്ക് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. ഓസ്ട്രേലിയയിൽ അങ്ങനെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ കാര്യം വെച്ച് നോക്കുമ്പോൾ അതിനേലും ഒത്തിരിയും ബെറ്റർ ആണ്. അതുകൊണ്ടാണല്ലോ എല്ലാവരും മൈഗ്രേറ്റ് ചെയ്യുന്നതിന്റെ മെയിൻ കാരണം അതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി എനിക്ക് വേറൊരു കാര്യം, ഇപ്പം നമ്മുടെ നിങ്ങളെ പോലെ തന്നെ ഏജൻസീസ് ഒത്തിരി ഉണ്ടാവും, പല ആൾക്കാർ കൺസിഡർ ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ഒരാൾ ഒരു ഏജൻസിനെ സമീപിക്കുമ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം? അങ്ങനെ പറയാൻ പറ്റുമോ? ഒരു കാൻഡിഡേറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ജെന്യുവിനും ആക്യുറേറ്റും ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻസിനെ അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ തന്നെ ആവണം എന്നില്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ കുറേ ഏജൻസീസ് ഉണ്ട്. പയ്യെ റീസെന്റ് സ്റ്റാർട്ട് ചെയ്ത് വന്ന ഒത്തിരി ഏജൻസീസ് ഉണ്ട്. അതല്ലാതെ കുറച്ച് വർഷങ്ങളായിട്ടുള്ളവരും ഉണ്ട്. ബട്ട് എന്താണെങ്കിലും എൻക്വയറി ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ഇൻഫർമേഷൻ കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ ഈവൻ ഡെസ്മ കൊടുക്കുന്ന ഇൻഫർമേഷൻ ആണെങ്കിലും വേറെ ഏത് ഏജൻസി കൊടുക്കുന്ന ഇൻഫർമേഷൻ ആണെങ്കിലും കാൻഡിഡേറ്റ്സ് തന്നെ അതാത് റെസ്പെക്റ്റീവ് വെബ്സൈറ്റിൽ നോക്കിയിട്ട് ആ ഇൻഫർമേഷൻ കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്തിട്ട് വേണം പ്രൊസീഡ് ചെയ്യാനായിട്ട്. കാരണം ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരുപാട് സ്കാമും ഒരുപാട് പ്രോബ്ലംസും ഉള്ള ഇൻഡസ്ട്രിയാണ്. സോ എന്തൊരു ഏജൻസി പറയുന്നോ അത് വാലിഡേറ്റ് ചെയ്യാനായിട്ടുള്ള അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി എപ്പോഴും കാൻഡിഡേറ്റിൻ്റെയാണ്. സോ ആ വാലിഡേഷൻ നടത്തിയിട്ട് മാത്രം ബാക്കി പ്രൊസീഡ് ചെയ്യും. അതിന് വെബ്സൈറ്റുകൾ പോയി നോക്കുക. പിന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം, ഓസ്ട്രേലിയയിലെ കെയറർ വിസ കാര്യങ്ങളൊന്നും ഇല്ല. ബട്ട് നഴ്സസ് ഷോർട്ട് കട്ട് ആണ് നോക്കുന്നത്. അവർക്ക് പേയ്മെന്റ് എത്ര വേണമെങ്കിലും മുടക്കാം. പക്ഷെ എക്സാംസ് കാര്യങ്ങളോ ഒന്നും വേണ്ട. വർക്ക് വിസ ആയിട്ട് പോകണം. നടക്കൂലല്ലോ? ഇല്ല, നടക്കില്ല. ബട്ട് അത് നടക്കും എന്ന് പറയുന്ന കൺസൾട്ടൻസീസ് നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ പൈസ കൊടുക്കാൻ റെഡി ആയിരിക്കുന്നതും ഓൾറെഡി കൊടുത്ത് പെട്ടുപോയ. പക്ഷെ ഞാൻ കേട്ടേക്കുന്ന, എനിക്ക് തോന്നുന്നു എക്സാംസ് ക്ലിയർ ചെയ്ത് പോകാൻ ടഫസ്റ്റ് ഓസ്ട്രേലിയ ആണെന്നാണ്. അതെ, ആ കൺട്രിയുടെ റൂൾ ഫോളോ ചെയ്താൽ മാത്രമേ അവിടെ നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല. പക്ഷെ ഇപ്പൊ ഒരു ഏജൻസിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവര് പറയാണ് എക്സാം ഇല്ലാതെ, ഫോർ എക്സാമ്പിൾ ഒരു 10 lakhs വന്നാൽ നിങ്ങളെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അതിന് റെഡി ആയിരിക്കുന്ന നഴ്സസ് ഉണ്ട്. ബട്ട് ഇവര് ഫസ്റ്റ് എൻക്വയറി ചെയ്യുമ്പോൾ ആദ്യം ഏജൻസിയുടെ ജെന്യൂനിറ്റി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക, എന്നിട്ട് മാത്രം പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. അതാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. നമ്മൾ മുന്നേ പറഞ്ഞു ഇവിടെ നിന്നുള്ള ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ വേറെ പല കൺട്രീസിൽ നിന്നുള്ള ആൾക്കാരും ഓസ്ട്രേലിയയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് കോൾ വരുന്ന ഏതൊരു പർട്ടിക്കുലർ റീജിയണിൽ നിന്നാണ്? നമുക്ക് ഇന്ത്യ പോലെ തന്നെ ഏറ്റവും കൂടുതൽ നഴ്സസ് മൈഗ്രേറ്റ് ചെയ്യാൻ നോക്കുന്നത് ഗൾഫ് കൺട്രീസിൽ നിന്നാണ്. സോ GCCയിൽ വർക്ക് ചെയ്യുന്ന നഴ്സസ്, ഈവൻ UAE, സൗദി അറേബ്യ, ഖത്തർ എന്നുള്ള നഴ്സസ് എല്ലാം ഓസ്ട്രേലിയക്ക് മൈഗ്രേഷൻ നോക്കുന്നുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ നടക്കുന്ന പ്രോബ്ലംസ് കൊണ്ട് കൂടുതലും അവർ സേഫസ്റ്റ് കൺട്രി എന്നുള്ള ഓപ്ഷൻ നോക്കുമ്പോൾ ഏറ്റവും ബെറ്റർ ഓസ്ട്രേലിയ പോലുള്ള കൺട്രിയാണ്, അല്ലെങ്കിൽ ഓസ്ട്രേലിയ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ കൺട്രീസ്. സോ അഗെയിൻ ഓപ്പർച്യൂണിറ്റി നോക്കുമ്പോൾ ഓസ്ട്രേലിയ ആണ് കൂടുതൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടിരിക്കുന്നത്. സോ ഇപ്പോഴും നമുക്ക് മെജോറിറ്റി ഓഫ് ദ കാൻഡിഡേറ്റ്സ് ആർ ഫ്രം ഗൾഫ് കൺട്രീസ്. പക്ഷെ അവിടെയുള്ളവർക്ക് അപ്പം സാധ്യത ശരിക്കും കൂടുതലും ആയിരിക്കില്ലേ, ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് ഇല്ലേ? അതെ, അവർക്ക് നമ്മളിപ്പോൾ ഒരു ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്താണെങ്കിൽ കൂടി ഗൾഫ് കൺട്രീസിലെ എക്സ്പീരിയൻസ് എംപ്ലോയേഴ്സ് നോക്കുന്നുണ്ട്. അതെ, എങ്ങനെയാണോ UK, അയർലൻഡ്, കാനഡയിലൊക്കെ എക്സ്പീരിയൻസ് കൗണ്ട് ചെയ്യണേ, അതുപോലെ തന്നെ GCC എന്നുള്ള എക്സ്പീരിയൻസും ഓസ്ട്രേലിയൻ എംപ്ലോയേഴ്സ് നോക്കാറുണ്ട്. അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രേലിയ ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പിന്നെ ഇനിയിപ്പോൾ പുറത്തേക്ക് പോകുന്നവർ മെയിനായിട്ട് നോക്കുന്ന IELTS, ഒരു പേടി സ്വപ്നം എന്ന് പറയുന്നത്, അതിനെപ്പറ്റി ഒന്ന് പറയും. അത് എല്ലാവർക്കും എങ്ങനെ ആപ്ലിക്കബിൾ ആണ്? IELTS കമ്പൽസറി ആണ്. IELTS എന്നല്ല, ഇംഗ്ലീഷ് സ്കോർ എന്ന് പറയും. അത് IELTS ആവാം, TOEFL ആവാം, PT ആവാം, OET ആവാം, എന്ത് വേണമെങ്കിലും എടുക്കാം. സോ അതിപ്പോൾ എഡ്യൂക്കേഷൻ, അതായത് നമ്മൾ സ്റ്റഡി അബ്രോഡ് ഓപ്ഷനായിട്ട് BSc നഴ്സിംഗ് അല്ലെങ്കിൽ MSc നഴ്സിംഗ് പഠിക്കാനായിട്ട് ഓസ്ട്രേലിയക്ക് പോകുമ്പോഴും ഇത് സാറ്റിസ്ഫൈ ചെയ്യണം. അല്ലെങ്കിൽ OBEയുടെ പ്രോസസ്സ് ചെയ്യുമ്പോൾ ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഈ ഇംഗ്ലീഷ് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യണം. സോ അത് മീറ്റ് ചെയ്യാതെ നമുക്ക് വേറെ വഴിയില്ല. പിന്നെ അതിൽ പല ഓപ്ഷൻസും ഉണ്ട്. ഇപ്പോൾ നമ്മൾ OBEയുടെ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഈ 4 മൊഡ്യൂളുണ്ടല്ലോ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ. അപ്പോൾ അത് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ എടുക്കണം എന്നില്ല. അത് ഒരു വർഷത്തിനുള്ളിൽ 2 സ്കോർ കാർഡായിട്ട് ആ ലാംഗ്വേജ് റിക്വയർമെൻറ്റ് ഫുൾഫിൽ ചെയ്താൽ മതി. അങ്ങനെ നമുക്കത് ക്ലബ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ സ്കോർ കാർഡ് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ഇപ്പോൾ അങ്ങനെ ഒരു ലാംഗ്വേജ് എടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് ആരും കാണുന്നില്ല.
ഏറ്റവും കൂടുതൽ എഫേർട്ട് കാൻഡിഡേറ്റ്സ് ഇടേണ്ടത് ഒന്ന് എൻക്ലക്സാറിൻ്റെ പിന്നെ എക്സാംസ് ക്ലിയർ ചെയ്യാനും മോസ്കിയുടെ എക്സാംസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലാംഗ്വേജ് അത് ഒരു പാർട്ട് ഓഫ് ദ പ്രോസസ് ആയിട്ടാണ് ഇപ്പോൾ ആളുകൾ കാണുന്നത്. നേരത്തെ ആയിരുന്നു ഒരു കുറച്ചൊരു പേടി എന്ന് പറഞ്ഞൊരു സാധനം അല്ലേ? ഓക്കെ. നഴ്സിംഗ് അല്ലാതെ സ്റ്റഡി അബ്രോഡ് ഓപ്ഷൻസ് എന്തെങ്കിലും ഡസ്മ ചെയ്യുന്നുണ്ടോ? നഴ്സിംഗ് അല്ലാതെ നമ്മൾ ഏത് പ്രൊഫഷൻ ആണെങ്കിലും നമ്മൾ സ്റ്റഡി അബ്രോഡ് ഓപ്ഷൻ ഓസ്ട്രേലിയക്കും അതല്ലാത്ത കൺട്രീസിലേക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓസ്ട്രേലിയ സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റിലുള്ള ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള നഴ്സിംഗ് അല്ലാതെ, അതല്ലാതെ നഴ്സിംഗ് എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ലല്ലോ. ഇപ്പോൾ ബോയ്സ് ഒക്കെ ആണെങ്കിൽ വേറെ കോഴ്സ് നോക്കുന്നവരുണ്ട്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അതിൽ സിവില് ഇലക്ട്രിക്കലൊക്കെ അത്യാവശ്യം, സിവില് ഇലക്ട്രോണിക്സ് ഒക്കെ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റിലുള്ളതാണ്. പിന്നെ ഷെഫ് ആവാൻ വേണ്ടിയിട്ടുള്ള കോഴ്സസ്, IT റിലേറ്റഡ് കോഴ്സസ്, ഇതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ റീസെൻ്റ്ലി ലാസ്റ്റ് ഇന്ത്യയിലേക്ക് നമ്മുടെ ഒരു നഴ്സ് ആളെടുത്ത കോഴ്സ് എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ മാനേജ്മെന്റ് ആണ്. സോ നഴ്സസ് MSc നഴ്സിംഗ് തന്നെ എടുക്കണം എന്നൊന്നും MSc നഴ്സിംഗ് തന്നെ എടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അവരിപ്പോൾ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, OBS ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അഡീഷണലി സ്റ്റുഡൻറ് വിസയിൽ അവിടെ പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ കോഴ്സസ് ഒക്കെ എടുക്കാനായിട്ടും സാധിക്കും. റീസെൻ്റ്ലി നമ്മുടെ കാൻഡിഡേറ്റ്സ് പോയിട്ടുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റിയിലേക്ക്. അപ്പോൾ അത് ഹെൽത്ത് കെയർ മാനേജ്മെന്റ് കോഴ്സും പോസിബിൾ ആണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ +2 കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ റീസെൻ്റ്ലി എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളുണ്ട്, അതെ, അവർക്ക് നഴ്സിംഗ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇപ്പം അക്കൗണ്ടിങ് റിലേറ്റഡ് കോഴ്സസ് ഉണ്ട്, IT റിലേറ്റഡ് ഉണ്ട്. പിന്നെ BSW നല്ലൊരു ഓപ്ഷനാണ്, സോഷ്യൽ വർക്ക്. അതെ, അങ്ങനത്തെ കുറെ കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ്. ഓസ്ട്രേലിയ നോക്കുന്നവർക്ക് അത് ഓപ്റ്റ് ചെയ്യാം. അതല്ലാതെ വേറെ കൺട്രീസ് നമ്മൾ ചെയ്യുന്നത് ജർമ്മനി ചെയ്യുന്നുണ്ട്, പിന്നെ UK ചെയ്യുന്നുണ്ട്, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്, ന്യൂസിലൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ കൺട്രീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രൊഫൈൽ വരികയാണെങ്കിൽ അവരുടെ പ്രൊഫൈൽ അനലൈസ് ചെയ്ത് ഏത് ഓപ്ഷനാണ് ബെറ്റർ എന്നുള്ളത് നമ്മൾ സജഷൻ കൊടുക്കാറുണ്ട്. പിന്നെ അഡീഷണലി ഡെസ്മയുടെ തന്നെ സ്കോളർഷിപ്പ്, അതൊരു സ്പെഷ്യൽ സ്കോളർഷിപ്പാണ് നമ്മൾ കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട്. വൺസ് അവിടെ റീച്ച് ചെയ്തതിന് ശേഷം നമ്മൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് സ്റ്റഡി അബ്രോഡ്. അടിപൊളി. അത് സ്കോളർഷിപ്പ് ബിക്കോസ് നിങ്ങൾ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യും, സ്റ്റഡീസിനുള്ള ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവർക്കൊരു മോണിറ്ററി ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുന്നു. ഓക്കെ. അപ്പോൾ ഷിബിൻ ആൻഡ് ദേവിക, താങ്ക് യു സോ മച്ച്. എന്തായാലും ഡസ്മ ഇനിയും ലെറ്റ് ഇറ്റ് ഗോ ഹൈറ്റ്സ് എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, വിഷ് ചെയ്യുന്നു. നമുക്ക് ഇനിയും കാണാം ഉറപ്പായിട്ടും. സോ വിഷിങ് ഓൾ ദ സ്റ്റുഡൻസ് ഓൾസോ ഓൾ ദ ബെസ്റ്റ്. ആൻഡ് ഇനിയും വരാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ ഡസ്മേനെ കോൺടാക്ട് ചെയ്യാൻ. നിങ്ങളുടെ ട്രാൻസ്പെറൻസി ഭയങ്കര നല്ലതാണ് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഉള്ളത്. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.